JP Astro ലൈഫിലേക്ക് സ്വാഗതം. കൊല്ലവർഷം 1199 അവസാനിക്കുകയാണ്. കർക്കിടക മാസവും അവസാനിക്കാൻ പോവുകയാണ്. വാവുബലി കഴിഞ്ഞു, പിതൃക്കൾക്ക് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്തു. ഇനിയും നമ്മളെ കാത്തിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു ദിനമാണ്. ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും അതുപോലെ തന്നെ ദാരിദ്ര്യവും ഒക്കെ ഒഴിഞ്ഞു പോകുന്ന കർക്കിടകം അത് തീരുമ്പോൾ അവസാനിക്കുമ്പോൾ, കർക്കിടക മാസം അവസാനിച്ച് ചിങ്ങമാസത്തിൻ്റെ പുലരിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് ശുഭപ്രതീക്ഷകളും അതുപോലെ തന്നെ ആഘോഷത്തിൻ്റെ ദിനങ്ങളും സമ്പൽ സമൃദ്ധിയുടെയും പുണ്യത്തിൻ്റെയും ദിനമായ ഓണവും നമുക്ക് ലഭിക്കാൻ പോവുകയാണ്. അപ്പോൾ 1200 ചിങ്ങമാസം എന്ന് പറയുമ്പോൾ 1200 എന്ന ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ 1199 1200 നൽകുന്ന സൂചനകൾ, 1199 ഫലമൊക്കെ നമ്മൾ കണ്ടു. ഇനി 1200 പോകുമ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ ന്യൂമറോളജിക്കലായിട്ട് സംഖ്യാശാസ്ത്ര പ്രകാരം നമ്മൾ വിലയിരുത്തുമ്പോൾ അത് എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച് ഒരു സൂചന നൽകുകയാണ് നിങ്ങളുമായി. 1199 എന്ന് പറയുമ്പം ഈ 4 അക്കങ്ങൾ കൂട്ടുമ്പോൾ 1 1 9 9, അപ്പോൾ 1 + 1 + 9 + 9 ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 20 എന്ന 2 അക്ക സംഖ്യ കിട്ടും. ഈ 20-ന് 2 + 0, അപ്പോൾ 0 കളയുമ്പോൾ വീണ്ടും കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 1199 കൊല്ലവർഷം ആ വർഷത്തിൻ്റെ സംഖ്യ എന്ന് പറയുന്നത് 2 എന്ന അക്കമാണ് കിട്ടുന്നത് ന്യൂമറോളജിക്കലായിട്ട്. അപ്പോൾ അങ്ങനെ ആ 2 എന്ന അക്കം സൂചിപ്പിക്കുന്നത് ചന്ദ്രനെയാണ്. ചന്ദ്രൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സ്ഥിരതയില്ലാത്ത, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവം ഈ അക്കത്തിൻ്റെ പ്രത്യേകതയാണ്. ദിവസം തിങ്കളാഴ്ചയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ചന്ദ്രൻ ഓരോ ദിവസവും വെട്ടം കൂടി, അതായത് ഓരോ ദിവസവും 48 മിനിറ്റ് വീതം പ്രകാശത്തെ കൂട്ടിയും കുറച്ചും കാണിക്കുന്ന ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ. അമാവാസി എന്നത് അന്ധകാരത്തെ അല്ലെങ്കിൽ ഇരുട്ടിനെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. അന്ധകാരം കഴിഞ്ഞ് അല്ലെങ്കിൽ അമാവാസി കഴിഞ്ഞ് ഓരോ ദിവസവും 48 മിനിറ്റ് വീതം പ്രകാശം കൂടി വന്ന് 14 ദിവസം കഴിഞ്ഞ് 15ാമത്തെ ദിവസമാകുമ്പോൾ പൂർണ്ണമായ പ്രകാശം അല്ലെങ്കിൽ പൗർണമി ദിവസമാവും. വീണ്ടും 48 മിനിറ്റ് വീതം പ്രകാശം കുറഞ്ഞ് 15ാമത്തെ ദിവസം വീണ്ടും അന്ധകാരത്തിലേക്ക് പോകും. അപ്പോൾ ചുരുക്കത്തിൽ സ്ഥിരതയില്ലാത്ത അല്ലെങ്കിൽ ഒന്നിനെയും സ്ഥിരമായി കാണിക്കാത്ത ഒരു വർഷമാണ് 1199 എന്ന് നമ്മൾ പറയേണ്ടി വരും. അതായത് സുഖവും ദുഃഖവും കയറ്റവും ഇറക്കവും അതുപോലെ തന്നെ ഉയർച്ചയും താഴ്ചയും ദുരിതവും സന്തോഷവും എല്ലാം നമ്മളുമായി പങ്കുവെച്ച ഒരു വർഷം. ഈ സംഖ്യ മറ്റൊരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഇത് 2 എന്ന അക്കം ഇരട്ട സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം വിചാരിച്ചാൽ അതിൽ നിന്ന് മറ്റൊന്നുകൂടി സാധിച്ചെടുക്കാൻ പറ്റുമോ എന്നതിനെക്കുറിച്ച് ആലോചിക്കും. അതുപോലെ മനസ്സ് സ്ഥിരമായി ഒന്നിലും ഉറച്ചു നിൽക്കില്ല. ഒരു തീരുമാനവും ഉറച്ചതായിരിക്കുകയുമില്ല. സാഹചര്യമനുസരിച്ച് മനസ്സിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. സുഖവും ദുഃഖവും ഇവരുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ ഈ 1199 എന്ന് പറയുമ്പോൾ സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഒരു അവസ്ഥാവിശേഷം നമുക്ക് കാണാൻ സാധിക്കും. വലിയ ധൈര്യശാലികളാണെന്ന് തോന്നും, പക്ഷെ മനസ്സ് ഇവരുടെ ഭീരുവായിരിക്കും. ആരെയും പൂർണ്ണമായി വിശ്വസിക്കുകയില്ല എന്നുള്ളതാണ് ഇനി 2ൻ്റെ പ്രത്യേകതയാണ് പറയാൻ പോകുന്നത്. ആരെയും പൂർണ്ണമായി വിശ്വസിക്കില്ല. മനസ്സിൻ്റെ കാരകനാണ് ചന്ദ്രൻ. ഒരു ചെറിയ കാര്യമായാലും അത് എവിടെ വരെ വേണമെങ്കിലും കാട് കയറി ചിന്തിക്കാൻ ഈ 2 എന്നക്കം നമ്മളെ പ്രേരിപ്പിക്കും എന്നുള്ളതാണ്. ഇത്തരം ചിന്തകൾ ഇവരുടെ മനസ്സിനെ വല്ലാതെ അലട്ടുകയും ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും ചെയ്യും എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഒരു കാര്യവും നേരെ ചൊവ്വേ ചോദിച്ച് മനസ്സിലാക്കുന്നതിനേക്കാൾ ഇവർ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ച് ഇൻഡയറക്റ്റായിട്ട് ഓരോ കാര്യങ്ങൾ, ഉദ്ദേശിച്ച കാര്യം ലഭിക്കുമോ എന്ന് വളഞ്ഞും തിരിഞ്ഞും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതൊക്കെയാണ് ഈ 2ൻ്റെ പ്രത്യേകത. അതുപോലെ മൂടി വയ്ക്കേണ്ട കാര്യം ആയാൽ പോലും ചിലരുടെ മനസ്സിൽ ഇതൊന്നും ഇരിക്കില്ല.
അത് ചിലപ്പോൾ വെട്ടിത്തുറന്നു പറയുകയും ചെയ്യും. ഇഷ്ടമില്ലാത്ത വ്യക്തികളോട് സംസാരിക്കുമ്പോൾ ഇഷ്ടക്കേട് കാണിക്കില്ല. ആ വ്യക്തിയെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ മാത്രമേ ആ വ്യക്തിയുടെ കുറ്റങ്ങളും കുറവുകളും പറയത്തുള്ളൂ, നേരിട്ട് പറയില്ല എന്നർത്ഥം. 2 എന്നക്കം സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞതെല്ലാം. 2 എന്നക്കം സൂചിപ്പിക്കുന്ന അക്ഷരം എന്ന് പറയുന്നത് ബി എന്ന അക്ഷരം ഇംഗ്ലീഷ് അക്ഷരമാണ്. ബി ബോയ് എന്നുള്ള കെ, അതുപോലെ ആർ, ഈ 3 അക്ഷരമാണ് പിന്നെ ഈ 2 എന്ന അക്കത്തെ സൂചിപ്പിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം. 1199 എന്ന് പറയുമ്പോൾ ജന്മസംഖ്യയാണ് ഇവിടെ 2 കണക്കാക്കുന്നത്. അപ്പോൾ 2, 11, 20, 29 ഇതെല്ലാം കൂട്ടുമ്പോൾ 2 വരും. അപ്പോൾ ഈ തീയതികളിലൊക്കെ ജനിച്ചവർക്ക്, അതായത് 2-ാം തീയതി, 11-ാം തീയതി, 20-ാം തീയതി, 29-ാം തീയതിയൊക്കെ ജനിച്ചവർക്ക് 2 എന്ന അക്കത്തിൻ്റെ സ്വാധീനം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഭൂതപ്രേത പിശാചുക്കളെ സംബന്ധിച്ച കാര്യങ്ങൾ, കഥകൾ, സ്വപ്നം, അതുപോലെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഇതെല്ലാം ഈ ആവശ്യമില്ലാത്ത ഇതൊക്കെ കേട്ട് ഇവരുടെ മനസ്സിൽ വിചാരങ്ങൾ ഉണ്ടാവുകയും ചില ഭയപ്പാടുകളൊക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. പിന്നെ ഇവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വെള്ളത്തിനോട് വളരെ ഇഷ്ടമാണ്. അതായത് ദിവസവും കുളിക്കാനും വെള്ളത്തിൽ കളിക്കാനും അതുപോലെ ജലയാത്രകൾ നടത്താനും, അതുപോലെ കായലോ അല്ലെങ്കിൽ ജലാശയങ്ങളിലൂടെയൊക്കെ പോകുന്ന ജലവാഹനങ്ങളിലൊക്കെ കയറി യാത്ര ചെയ്യാനും, അതുപോലെ മീൻ പിടിക്കുന്നതൊക്കെ കാണാനും, അങ്ങനെയൊക്കെയുള്ള കാര്യത്തിലൊക്കെ ഇവർക്ക് വലിയ ഉത്സാഹവും വലിയ താല്പര്യവുമൊക്കെ ആയിരിക്കും. അതായത് ചന്ദ്രൻ എന്ന ഗ്രഹം എന്ന് പറയുന്നത് ഇതൊക്കെ കുറച്ച് അസ്ട്രോളജിയും കൂടാണ്. അത് ജലത്തെയും സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമായതുകൊണ്ട് പിന്നെ എപ്പോഴും ഭയവും നിരാശയും സംശയവും ഇവരെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും ഈ 2 എന്ന അക്കക്കാരെ എന്നുള്ളതാണ്. മറ്റുള്ളവരെ ഉപദേശിക്കാൻ മിടുക്ക് കാണിക്കുന്ന ഇവരാരെയും അങ്ങോട്ട് ഉപദേശിക്കും, അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. പക്ഷെ തിരിച്ച് ആരുടെ ഉപദേശവും ഇങ്ങോട്ട് പറയുന്നത് അവർക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ്. പൊതുവെ നോക്കുമ്പോൾ ചന്ദ്രനെ പോലെ സുഖവും ദുഃഖവും ഉയർച്ചയും താഴ്ചയും സമ്മാനിച്ച ഒരു വർഷമാണ് കേരളത്തെ സംബന്ധിച്ച് കടന്നു പോകുന്നത് എന്നുള്ളതാണ്. കൊല്ലവർഷം എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ വർഷം എന്ന് പറഞ്ഞാൽ മലയാള വർഷം തന്നെയാണ്. കാരണം പണ്ട് മുതലേ മലയാളികൾക്ക് കൊല്ലവർഷം എന്ന് പറയുന്ന ചിങ്ങമാസം തുടങ്ങുമ്പോൾ ആണ്ടുപറപ്പ് 1-ാം തീയതിയായി എന്നൊക്കെ പറയുന്ന ഒരു രീതികളുമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കൊല്ലവർഷം കേരളീയരെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നത് കൊണ്ടാണ് കൊല്ലവർഷത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇനി കൊല്ലവർഷം 1200 കടക്കുമ്പോൾ, അതായത് വരാൻ പോകുന്ന വർഷത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ്. അതിലേക്ക് കടക്കുമ്പോൾ ഇതിലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടുമ്പം 1 അധികം 2 പിന്നെ 2 പൂജ്യമാണ് 1200. അപ്പം 3 എന്ന സംഖ്യ കിട്ടും. ഈ സംഖ്യ 3 എന്ന സംഖ്യ സൂചിപ്പിക്കുന്നത് വ്യാഴം എന്ന ഗ്രഹത്തെയാണ്. അപ്പം ഈ 3 എന്ന അക്കത്തെ സംബന്ധിക്കുന്ന കാര്യത്തിന് ഭാരതം ഒരുപാട് പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വേദശാസ്ത്ര പുരാണങ്ങളിലൊക്കെ 3 എന്ന സംഖ്യയെ സൂചിപ്പിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ. അത് എന്താണെന്ന് ചോദിച്ചാൽ 3 ഗുണങ്ങളെയും രൂപത്തെയും സംബന്ധിച്ച് വിശാലമായ ഒരു കാഴ്ചപ്പാട് തന്നെ നമുക്കുണ്ട് എന്നുള്ളതാണ്. ത്രിമൂർത്തികൾ 3ആണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഇതും 3 കാര്യത്തെ സൂചിപ്പിക്കുന്നതാണ്. ത്രിഗുണങ്ങൾ, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഇതും 3 എന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ ദേവീ സങ്കല്പം എടുത്താൽ ദുർഗാ, ലക്ഷ്മി, സരസ്വതി എന്ന ഈ 3 രൂപങ്ങളുടെ വകഭേദങ്ങളായിട്ടാണ് ബാക്കിയുള്ള രൂപങ്ങളെ കാണുന്നത്. അതുപോലെ ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം, ഇതും പരമമായ 3 എന്ന അക്കത്തിൻ്റെ ഒരു സൂചന തരുന്നുണ്ട്. അതുപോലെ ത്രികാലത്തെയും ത്രിദോഷത്തെയും എന്നുവേണ്ട ജീവിതത്തിൽ കണ്ടതും കാണാത്തതും കാണാൻ പോകുന്നതുമായ എല്ലാത്തിനെയും പരമപ്രധാനമായി മനസ്സിലാക്കാൻ വ്യാഴം എന്ന ഗ്രഹവും 3 എന്ന അക്കവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ളതാണ്. വ്യാഴത്തിന് ഗുരു എന്നൊരു പേരുണ്ട്. ഇത് 3 എന്ന സംഖ്യ ന്യൂമറോളജിക്കൽ പറയുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ വ്യാഴത്തിൻ്റെ കാര്യം പറയുന്നത്. 3 എന്ന സംഖ്യ വ്യാഴത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് സംഖ്യാശാസ്ത്രം പറയുന്നത്. അപ്പം വ്യാഴത്തിന് ഗുരു എന്നും ബൃഹസ്പതി എന്നും പേരുണ്ട്. ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ ബുദ്ധിയും കഴിവും അറിവും പ്രചോദനവും നൽകുന്നത് ഗുരുവാണ് എന്നതാണ്. വെറും ഗുരുവല്ല,
ദേവന്മാരുടെ ഗുരുവായതുകൊണ്ടാണ് വ്യാഴത്തിന് ബൃഹസ്പതി എന്ന പേര് പോലും ഇട്ടിരിക്കുന്നത്. ഇത് ധർമ്മബോധം നൽകുന്ന ഒരു ഗ്രഹമാണ്. ധാർമ്മികനായി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു. സ്വന്തം സുഖസൗകര്യങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ മറ്റുള്ളവരുടെ ജീവിതത്തെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ പ്രയത്നിക്കുന്ന ഒരു ഗ്രഹമാണ്. സ്വന്തം പ്രയത്നം ഈശ്വരകൽപ്പിതമാണെന്നും ഇവർ വിശ്വസിക്കുന്നു. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുരുവിട്ട് ജീവിക്കുന്ന ഒരു വിഭാഗവും വ്യാഴത്തിൻ്റെ സ്വാധീനത്തിൽ വരും. ഇവർ സത്വഗുണപ്രധാനികൾ എന്ന് പറയും. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്ന 3 ഗുണങ്ങളിൽ സത്വഗുണപ്രധാനികളായ വ്യക്തികളെ സൂചിപ്പിക്കുന്നതാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി രജോ ഗുണപ്രധാനം എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അധികാരം, പദവി, അതുപോലെ ആഡംബര ഭൗതിക സുഖങ്ങൾ, ഇതിനൊക്കെ വേണ്ടി ഇവർ സദാ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇത് നേടിയെടുക്കാനും കാത്തു സൂക്ഷിക്കാനും പാരമ്പര്യമായി ഉള്ളതിനെ നിലനിർത്താനും ഏതു വിധത്തിലും അവർ പോരാടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഒരു രാജാവ് അഥവാ ഒരു ഭരണാധികാരി പാലിക്കേണ്ട വ്യവസ്ഥകളെ ഓർമ്മിപ്പിക്കുന്ന, അവരുടെ കടമകളെ പാലിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് രജോ ഗുണപ്രധാനിയായ വ്യാഴം. ഇനി തമോ ഗുണപ്രധാനം എന്ന് പറയുമ്പോൾ സ്വന്തം കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. അവർ ആഗ്രഹിക്കുന്നത് നേടാൻ ഏത് നീചമായ മാർഗവും സ്വീകരിക്കാം. സത്യം, ധർമ്മം, ദയ, നീതി എന്നിവയിലൊന്നും യാതൊരു പ്രാധാന്യവും ഇക്കൂട്ടർ കൽപ്പിക്കുന്നില്ല. ഈ 3 ഗുണങ്ങളും സാധാരണ എല്ലാ വ്യക്തികളിലും ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈശ്വരചിന്ത, അറിവ്, ബുദ്ധി, ചിന്താഗതി, സദാചാര ബോധം, തെറ്റ്, ശരി എന്നീ കാര്യങ്ങൾ ഒരു വ്യക്തിയിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾ സത്വഗുണവാനാണോ, രജോ ഗുണവാനാണോ, തമോ ഗുണവാനാണോ എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 3 ഗുണത്തിൽ ഏതെങ്കിലും ഒന്ന് എല്ലാ വ്യക്തിയിലും കൂടുതലായി രൂപപ്പെട്ട് അതനുസരിച്ച് അവർ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് കാണാം. ഇത് 3ഉം ഒന്നിൽ നിന്ന് തന്നെ ഉണ്ടായതാണ് എന്നുള്ളതാണ്. രജോ ഗുണത്തിൽ നിന്നും തമോ ഗുണത്തിൽ നിന്നും സത്വഗുണം ഉണ്ടാകും എന്നുള്ളതാണ്. സത്വഗുണത്തിൽ നിന്ന് മറ്റ് 2 ഗുണങ്ങളും ഉണ്ടാകുന്നില്ല, അത് അങ്ങനെ തന്നെ നിലനിന്ന് പോകും. എന്നാൽ രജോ ഗുണത്തിൽ നിന്നും തമോ ഗുണത്തിൽ നിന്നും അത് സത്വഗുണത്തിലേക്ക് മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. അത് സാഹചര്യമാണ്. അതിൻ്റെ ഉദാഹരണം പറയുമ്പോൾ, കാട്ടാളനായ ഒരു ക്രൂരനായ മനുഷ്യൻ തമോ ഗുണപ്രധാനിയാണല്ലോ. കാരണം പിടിച്ചു പറയും, അതുപോലെ തന്നെ പീഡനവും, ശരിയും തെറ്റും ഒന്നും ഒരു വിഷയമല്ലാതെ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തമോ ഗുണപ്രധാനമായ ഏത് ക്രൂരകൃത്യവും ചെയ്യും എന്നുള്ളതാണ്. അയാളുടെ ബുദ്ധിയിൽ നിന്നും ചിന്തയിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും തമോ ഗുണം മാറുമ്പോൾ അത് സത്വഗുണമോ രജോ ഗുണമോ ആയി പ്രാപിക്കും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഉദാഹരണം വാൽമീകി മഹർഷി എന്ന വ്യക്തി സത്വഗുണപ്രധാനിയായി എന്നുള്ളതാണ്. ആ സത്വഗുണപ്രധാനിയാകുന്നതിനു മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ കാട്ടാള ജീവിതം തമോ ഗുണം തന്നെയായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ ഇനി രജോ ഗുണത്തിൽ നിന്ന് എങ്ങനെ സത്വഗുണത്തിലേക്ക് പോയ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുമ്പോൾ അത് ശ്രീബുദ്ധനാണ്. കാരണം അദ്ദേഹം രാജാവായിരുന്നു. അദ്ദേഹം രജോ ഗുണപ്രധാനിയായി തന്നെ സുഖസൗകര്യങ്ങളോടും ആഡംബരത്തോടും കൂടി ആ രാജകീയ ധർമ്മമനുസരിച്ച് ജീവിച്ചു. ഒടുവിൽ അദ്ദേഹം സത്വഗുണപ്രധാനം എന്ന ആ വ്യക്തിത്വത്തിലേക്ക് പോയി. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ളത്. വ്യാഴം മാറ്റത്തെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ്. അതാണ് ഈ 3 ഗുണത്തിൻ്റെയും പ്രത്യേകത ഞാൻ എടുത്തു പറയാൻ കാരണം. ഏത് തിന്മയെയും തെറ്റിനെയും നേർവഴി കാണിച്ചു കൊടുത്ത് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് എന്നുള്ളതാണ്. കാരണം ഓരോ മനുഷ്യനും തെറ്റും ചെയ്യും, ശരിയും ചെയ്യും. ചിലപ്പോൾ ആ തെറ്റ് അല്പം കൂടിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഏത് തിന്മയായാലും ഏത് തെറ്റായാലും അതിനെ പുനർചിന്തനം നടത്താൻ, നേർവഴിയിലേക്ക് നയിക്കാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ ഒരു പ്രചോദനം എന്ന രീതിയിൽ നൽകുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം. കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയും എന്ന് പറയുന്നത് പോലെ പല സൂചനകളും ഓരോരുത്തർക്കും നൽകും. എന്നിട്ടും പഠിക്കാത്തവർക്ക്
മനസ്സിലാകുന്ന വഴി തന്നെ ഇട്ടുകൊടുക്കും. അതോടെ ഏതവനും മാറും. ഇത് വിധിയാണെന്നും മറ്റാരുടെയെങ്കിലും കുഴപ്പമാണെന്നും വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നവരും ഉണ്ട് എന്നുള്ളതാണ്. പല പരീക്ഷണങ്ങളും പല അവസരങ്ങളും നൽകുന്ന വ്യാഴത്തെ സർവേശ്വരാണാം ഗുരു എന്ന് പറയാറുണ്ട്. അതായത് എല്ലാ ഈശ്വരന്മാരുടെയും സാന്നിധ്യമുള്ള ഒരു ഗ്രഹം എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് ഈ രീതിയിൽ പറയുന്നത് ന്യൂമറോളജിയിൽ സംഖ്യ മാത്രമേ ഉള്ളൂ. അത് സൂചിപ്പിക്കുന്ന ഗ്രഹത്തെയും ഇംഗ്ലീഷ് അക്ഷരത്തെയും അത് കാണിച്ചു തരും. ഗ്രഹത്തെ സംബന്ധിച്ച വിവരം നമ്മുടെ ഭാരതത്തിൻ്റെ ഇന്ത്യൻ അസ്ട്രോളജിയിലുള്ള കാര്യങ്ങളുമായി കൂട്ടിച്ചേർത്ത് പറഞ്ഞത്. ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പം ഇത് രണ്ടും സമന്വയിപ്പിക്കുക. അതായത് ന്യൂമറോളജിയിലെ അക്കത്തെയും ഗ്രഹത്തെയും നമ്മുടെ ഇന്ത്യൻ അസ്ട്രോളജിയുമായി ബന്ധിപ്പിക്കുമ്പോൾ അതിൻ്റെ ഫലമാണ്. അത് രണ്ടും കൂടെ കണക്ട് ചെയ്താണ് ഞാൻ പറയുന്നതെന്നുള്ളതാണ്. ഇനി ഈ 3 എന്ന അക്കം സൂചിപ്പിക്കുന്ന അക്ഷരം അതുകൊണ്ട് CGLS ഈ 4 അക്ഷരമാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ 3, 12, 21, 30 എന്നീ സംഖ്യകൾ 3 ബന്ധപ്പെട്ടതാണ്. കാരണം ഈ ഇരട്ട സംഖ്യകളൊക്കെ തമ്മിൽ കൂട്ടുമ്പോൾ 3 കിട്ടും. അങ്ങനെയാണ് ഈ ന്യൂമറോളജിയിൽ സംഖ്യകളുടെ അവസാനം എല്ലാം കൂടി കൂട്ടി ഒറ്റ സംഖ്യയാക്കുന്നത്. അതായത് 1 മുതൽ 9 വരെയുള്ള സംഖ്യകളെ കണക്കാക്കുന്നതിൻ്റെ ഒരു രീതിയാണ്. അപ്പോൾ 3, 12, 21, 30 എന്നീ സംഖ്യകൾ 3 ബന്ധപ്പെട്ടതാണ്. ഈ ദിവസം ജനിക്കുന്നവർക്കും മറ്റു മാസങ്ങളിൽ ഈ ദിവസങ്ങളും അതുപോലെ വ്യാഴാഴ്ചയായിട്ട് വരുന്ന ഈ ദിവസവും കുറേ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ദിവസമാണ് എന്നുള്ളതാണ്. അതായത് 3, 12 ഇങ്ങനെ പറഞ്ഞ അക്കങ്ങൾ കൂട്ടുമ്പോൾ 3 വരുന്ന വർഷമായാലും ദിവസമായാലും തീയതി ആയാലും അത് വ്യാഴാഴ്ച ദിവസമായിട്ട് വന്നാൽ കുറച്ച് കൂടുതൽ അതിന് പവറുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ദിക്ക് വടക്ക് കിഴക്ക് ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് നിറം ഏതാണെന്ന് ചോദിച്ചാൽ 3ൻ്റെ റോസ് കളറാണ്. ആഴ്ച വ്യാഴവുമാണ്. അപ്പം 3, 12, 21, 30 അതുപോലെ 9, 18, 27, 2, 11, 20 കാരണം 3 ബന്ധമുള്ള സംഖ്യകളിൽ ആണ് ഈ 9ഉം അതുപോലെ 2ഉം. അപ്പം 3, 12, 21, 30, 9, 18, 27, 2, 11, 20 ഈ ദിവസവും സാധാരണയിൽ ഈ 3നോട് യോജിക്കുന്നതായതുകൊണ്ട് അതായത് 2, 9 ഈ ദിവസങ്ങളും അത്ര മോശമായിരിക്കില്ല, കുറേയൊക്കെ നല്ല ദിവസങ്ങൾ ആയിരിക്കും എന്നുള്ളതാണ്. നല്ല ആത്മവിശ്വാസമുള്ളവരാണ്. ഈ 3ൻ്റെ ഈ ന്യൂമറോളജിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് പറയാം. അതായത് നല്ല ആത്മവിശ്വാസമുള്ളവരാണ്. നല്ലതുപോലെ ഇവർ സംസാരിക്കും. 3 അതായത് ഏത് കാര്യവും വളരെ തന്മയത്വമായിട്ട് സംസാരിച്ച് ഫലിപ്പിക്കാൻ അറിയാം എന്നുള്ളതാണ് 3ൻ്റെ പ്രത്യേകത. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും. ഏത് വിഷമഘട്ടം വന്നാലും എങ്ങനെ നേരിടണം എന്ന് അതെങ്ങനെ തരണം ചെയ്യണമെന്നും ഇവർ സ്വന്തമായി തന്നെ മനസ്സിലാക്കും, കണ്ടുപിടിക്കും എന്നുള്ളതാണ്. ആഡംബരത്തേക്കാൾ ഇവർ പ്രാധാന്യം കൽപ്പിക്കുന്നത് വൃത്തിക്കാണ്. ഒരുപാട് വലിയ ആഡംബരമൊന്നും ഇവർക്ക് ഇഷ്ടമല്ല. എന്നാൽ വൃത്തി അത് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനവുമാണ് താൻ. ഏത് കാര്യവും ഏറ്റെടുത്താൽ അത് നിറവേറ്റണം എന്ന് ഉള്ള ഒരു നിശ്ചയദാർഢ്യവും ഇവർക്കുണ്ട്. മറ്റുള്ളവരുടെ പ്രയാസത്തിൽ ദുരിതത്തിൽ ഇവർ അതായത് മറ്റുള്ളവരുടെ പ്രയാസവും ദുഃഖവും ദുരിതവും ഒക്കെ കാണുമ്പോൾ ഇവരെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഇവർ ചെയ്യും എന്നുള്ളതാണ്. സത്യം മറച്ചു വെച്ച് തർക്കിച്ച് ജയിക്കാൻ വരുന്നവരെ ഇവർ സംസാരിച്ച് തന്നെ പരാജയപ്പെടുത്തും എന്നുള്ളതാണ്. ഇവരുടെ അടുത്ത് വാചകം അടിച്ചും തരികിട കാണിച്ചും ഒന്നും രക്ഷപ്പെടാൻ ആർക്കും സാധ്യമല്ല എന്നുള്ളത്. മറ്റുള്ളവരുടെ തെറ്റായ വഴി മനസ്സിലാക്കി അതിൻ്റെ ദോഷഫലം പറഞ്ഞുകൊടുത്ത് തിരുത്താൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ്. കാരണം വ്യാഴം എന്നുള്ള ആ ഒരു ഗ്രഹത്തിൻ്റെ പ്രാധാന്യമാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത്. ദാമ്പത്യ ജീവിതത്തിൽ ഇവർ ഭംഗിയായി ശോഭിക്കും. കുടുംബത്തിൽ എല്ലാവരുമായും ഒത്തുപോകാൻ ഇവർക്ക് സാധിക്കും. അതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയൊരു പ്രയാസം. വീട്ടിലുള്ളവരുമായിട്ടൊക്കെ ഒത്തുപോവുക എന്നതിനെ സംബന്ധിച്ച് വളരെ പ്രശ്നമുള്ള ഒരു കാര്യമാണ്. അത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ 3ഉം വ്യാഴവും സൂചിപ്പിക്കുന്നത് ഏത് വീട്ടിലായാലും എങ്ങനെയുള്ള ആൾക്കാരായാലും അവരെല്ലാവരുമായിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് അവരെ ഒത്തുചേർന്ന് പോകും എന്നുള്ളതാണ്. 6 എന്ന സംഖ്യയുമായി ബന്ധമുള്ളവരെ, അതായത് ശുക്രനാണ് 6.
പ്രത്യേകിച്ച് ഇവരുമായിട്ട് ഒരു അടുപ്പം ഉണ്ടാകും എന്നുള്ളതാണ്. ഈ 3 എന്ന സംഖ്യയ്ക്ക് 6 എന്ന സംഖ്യയോട് ഒരടുപ്പം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് സഹായമോ പാരിതോഷികമോ സമ്മാനമോ വെറുതെ കിട്ടിയാൽ ഇവരത് വാങ്ങില്ല, ഇവരത് നിരസിക്കും. അർഹിക്കാത്തത് ആവശ്യമില്ല എന്ന ഒരു നിലപാടാണ് ഈ 3ൻ്റെ പ്രത്യേകത എന്നുള്ളത്. പൊതുവെ നോക്കുമ്പോൾ 1199 വളരെ മെച്ചമെന്ന് തോന്നുന്ന ഒരു പുതുവർഷമാണ് മലയാളിക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. കൊല്ലവർഷം 1200 ആണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും ഉയർച്ചയുടെയും സന്തോഷത്തിൻ്റെയും ഒരു വർഷമായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുകയാണ്. നേരത്തെ ഒരു വീഡിയോ ഇതുപോലെ ചെയ്തിരുന്നു. അത് എന്താണെന്ന് ചോദിച്ചാൽ ചിങ്ങരവി സംക്രമം, അതാണ് സൂചന. അതായത് ആ സമയം രവിസംക്രമം ചിങ്ങൻ രാശിയിലേക്ക് സൂര്യൻ പ്രവേശിച്ച ദിവസവും സമയവും മാത്രം അടിസ്ഥാനപ്പെടുത്തി ചെയ്ത ഒരു വീഡിയോ ആണ്. ഇത് 2 വർഷത്തെ 1199 1200 തമ്മിൽ ഉള്ള ഒരു സമന്വയിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷവും ഈ വരാൻ പോകുന്ന പുതുവർഷവും നമുക്ക് എങ്ങനെയായിരിക്കും എന്ന് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോവുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ.